ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം. സ്വർണ്ണപ്പാളികൾ മാറ്റി സ്ഥാപിക്കപ്പെട്ടോ എന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞർ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനകൾ നടത്തുന്നുണ്ട് എന്ന് SIT ഹൈക്കോടതിയെ അറിയിച്ചു. അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തി. മാധ്യമങ്ങൾ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്ന് SIT കോടതിയിൽ പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുന്നത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുമെന്ന് കോടതി നിരീക്ഷിച്ചു. അഹമ്മദ് മുജതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജതബ, വിശദാംശം. അജയ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ SIT ഒരു ഇടക്കാല റിപ്പോർട്ട് വെച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ കോടതി മറ്റു വശങ്ങൾ എല്ലാം വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ അന്വേഷണം തൃപ്തികരമാണ് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഇതുവരെയുള്ള 181 വരുന്ന ആളുകളെ അവരെ ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം പോയിട്ടുണ്ട്. കുറേയധികം ആളുകളെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ വിപുലമായ ഒരു അന്വേഷണം പോവുകയാണ്. 4 ഘട്ടമായാണ് അന്വേഷണം നടക്കുന്നത്. അതിൽ നേരത്തെ UB ഗ്രൂപ്പ് ശബരിമലയിലെ വിവിധ ഭാഗങ്ങൾ സ്വർണം പൂശി 2019 ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. 19 തന്നെ സ്വർണ്ണപ്പാളികൾ വാതിൽപ്പടിയിലെ സ്വർണ്ണപ്പാളികൾ ഡോർ ഫ്രെയിംസിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി. പിന്നീട് വീണ്ടും 2025 അതിനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഈ 4 ഘട്ടങ്ങളിലായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ശബരിമലയിൽ നിന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിന് വേണ്ടി സ്വർണത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. അത് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞരുടെ കൂടി സഹായത്തോടു കൂടി അന്വേഷണം അതിന്റെ ആ പഴയ സ്വർണം തന്നെയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോവുകയാണ്. അങ്ങനെ വളരെ വിപുലമായ പഴുതടച്ച ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് SIT ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഇന്ന് ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ വെക്കുകയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാവുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവിൽ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് കോടതി വെക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആവശ്യാനുസരണം അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ ADGP H വെങ്കിടേഷിന് ഹൈക്കോടതി അനുമതിയും അധികാരവും നൽകുന്നുണ്ട്. അതിനർത്ഥം ഏതെങ്കിലും സമയത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കുറവ് കൊണ്ട് ഒരു പ്രതിസന്ധി ഉണ്ടാകരുത്. കൃത്യമായ പഴുതടച്ച അന്വേഷണം വളരെ വിപുലമായി ആഴത്തിൽ തന്നെ ആ വിഷയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് ആൾക്കാരുടെ കുറവ്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കുറവ് ഒരു തരത്തിലും ബാധിക്കരുത് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. അതുകൊണ്ട് കൃത്യമായ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിലേക്ക് എടുക്കാം. അത് കൃത്യമായി തന്നെ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് വഴി അറിയിക്കുകയും വേണം. മാത്രമല്ല, മാധ്യമങ്ങളിൽ നിരവധിയായ വിമർശനങ്ങൾ വരുന്നുണ്ട് എന്നൊരു കാര്യം കൂടി കോടതിയെ SIT അറിയിക്കുന്നുണ്ട്. അതിനർത്ഥം കോടതി ആ രൂപത്തിൽ തന്നെ സീരിയസ് ആയി ആ വിഷയത്തെ എടുക്കുകയും അങ്ങനത്തിൽ ഒരു സമാന്തര വിചാരണ, പ്രത്യേകിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ, അതിനെ തടയിടുന്ന രൂപത്തിൽ, നീതിന്യായ വ്യവസ്ഥയെ തകിടമറിക്കുന്ന രൂപത്തിൽ അങ്ങനെ ഒരു മാധ്യമ വിചാരണ, സമാന്തര അന്വേഷണം ഉണ്ടാകരുത്. SIT അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തരുതെന്ന് ഉൾപ്പെടെയുള്ള താക്കീത് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. ആ രൂപത്തിൽ കൃത്യമായി പഴുതടച്ച അന്വേഷണം നടക്കുന്ന കാര്യം SIT അറിയിക്കുകയും കോടതി അക്കാര്യം മുഖവിലക്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അജി.